ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽസും പിന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് പറഞ്ഞത് അല്ലേ. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ അപ്ലിക്കേഷൻ സൈഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ടഫായ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സർക്കുലർ മോഷനിലോട്ട് പോകാം. ഓക്കെ, when a train is at rest, a stone is dropped from the window of the train. The time taken to reach the ground is t. If it is dropped when the train is moving horizontally, the time taken will be. Actually, ഇതൊരു അപ്ലിക്കേഷൻ സൈഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇറ്റ്സ് വെരി സിമ്പിൾ. നോക്കൂ, ഒരു ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്തു. ആ ബോഡി താഴെ വന്ന് വീണു. നമുക്കറിയാം 1 ഡയമെൻഷണൽ മോഷനാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടി ഈക്വൽ റൂട്ട് ഓഫ് 2h/g. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് 2h/g. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വെർട്ടിക്കൽ ഹൈറ്റ് ആൻഡ് ഗ്രാവിറ്റി, റൂട്ട് ഓഫ് 2h/g. ഇനി അതേ ബോഡി എന്ത് ചെയ്തു? ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു. എങ്ങനെ? ട്രെയിൻ മൂവിങ് വിത്ത് ഹൊറിസോണ്ടലി. ട്രെയിൻ ഈസ് മൂവിങ് ഹൊറിസോണ്ടലി. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടലി ട്രെയിൻ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്നു അല്ലേ. അപ്പോൾ വിൻഡോയിലൂടെ നിങ്ങൾ വീണ്ടും ആ ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഉള്ള വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനകത്തിരിക്കുകയാണ്. ട്രെയിനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അറ്റ് ദ ടൈം ഇൻ വിച്ച് ദ ബോഡി ഈസ് ഡ്രോപ്ഡ്, ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ട്രെയിൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വെർട്ടിക്കൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. പക്ഷേ എന്തുണ്ട്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ആർക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്? ട്രെയിനിന്. ട്രെയിനിൻ്റെ അതേ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും ബോഡിക്ക്. ദെൻ ഇനി എന്ത് സംഭവിക്കും? ട്രെയിൻ മൂവ് ചെയ്ത് മുന്നോട്ട് പോകണു. ട്രെയിനിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം കോൺസ്റ്റൻ്റ് എന്ന് വിചാരിച്ചുള്ളൂ, അതേ സ്പീഡിൽ പോകുന്നു. ബോഡി ട്രെയിനിൻ്റെ കൂടെ വരുമോ? ഇല്ല. എന്താ കാരണം? ഗ്രാവിറ്റി അവനെ എവിടേക്ക് പുള്ള് ചെയ്യും? താഴേക്ക് പിടിച്ച് വലിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ ഇത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹൊറിസോണ്ടൽ വെലോസിറ്റിയുള്ളൊരു ബോഡി പുറത്തോട്ട് ചാടി അയാൾ പരാബോളിക്കലി താഴെ വന്ന് വീഴുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. ആർക്ക്? ഫോർ എൻ ഒബ്സർവർ സ്റ്റാൻഡിങ് സ്റ്റേഷനറി ഓൺ ദ പ്ലാറ്റ്ഫോം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രെയിനകത്തിരുന്ന് ഇത് ഡ്രോപ്പ് ചെയ്ത ആളുണ്ടല്ലോ, അയാൾക്ക് എന്ത് ഫീൽ ചെയ്യും? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി u എന്ന് വിചാരിച്ചോളൂ. ട്രെയിനിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും u ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി താഴെ എത്തുന്നത് വരെ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണല്ലോ. ട്രെയിനും അതേ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ടി ടൈം കൊണ്ട് ബോഡി ഡ്രോപ്പ് ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നോ റിലേറ്റീവ് മോഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൽ നിന്നും ഈ ബോഡിയെ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഇറ്റ് ഫാൾസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഒബ്സർവർ ഔട്ട്സൈഡ് എന്ത് ഫീൽ ചെയ്യുന്നു? പരാബോളിക് എന്ന് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇയാൾക്ക് എന്ത് തന്നെ ഫീൽ ചെയ്യും? വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഫീൽ ചെയ്യൂ. കാരണം ടി ടൈം കൊണ്ട് ബോഡിയുടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. ഓക്കെ, സോ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ട്രെയിൻ അകത്തിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ടി ഈസ് റൂട്ട് ഓഫ് 2h/g. ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോഴും റൂട്ട് ഓഫ് 2h/g ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം ആയിരിക്കും. സോ നിങ്ങൾ ആൻസർ ചെയ്യൂ. സെയിം, ഗ്രേറ്റർ, ലെസ്, അൺപ്രഡിക്റ്റബിൾ. ഇഫ് ട്രെയിൻ ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, body dropped, the vertical time taken to reach the ground is exactly root of 2h/g. So your answer, guess, same. Okay, yes, you question answer you. In the above problem, parts of the object as observed by observer A in the train and another B at rest on the ground. പറയൂ. ട്രെയിൻ അകത്തിരിക്കുന്ന ആൾക്ക് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ. വാട്ട് കൈൻഡ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ? വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. കാരണം അയാൾക്ക് വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഫീൽ ചെയ്യൂ. കാരണം ഹൊറിസോണ്ടൽ വെലോസിറ്റി രണ്ടുപേർക്കും സെയിമാ. നോ റിലേറ്റീവ് വെലോസിറ്റി ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ദെൻ ബി റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ഈസ് പരാബോള. So your answer is straight line
പരാബോള അല്ലേ? സോ ഓപ്ഷൻ ഡി, സ്ട്രൈറ്റ് ലൈൻ പരാബോള. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് തന്നെ. From the top of a tower height h, two balls A and B are projected horizontally with the velocities v and 2v. The ratio of time taken to reach the ground will be. Time period is independent of initial horizontal velocity, depends on vertical height. Here vertical height രണ്ടുപേർക്കും സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ 1:1. In the above problem, ratio of horizontal distance covered. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നോക്കൂ, ഒരു ടവർ ഒരു ബോഡി ഇരിക്കുന്നു, നിങ്ങൾ അയാളെ ത്രോ ചെയ്തു, ഇവിടെ വന്ന് വീണു. അയാളെ എറിഞ്ഞ സ്പീഡ് v എന്ന് പറഞ്ഞിരിക്കുന്നു. വേറൊരാളെ കൂടെ എറിഞ്ഞിട്ടുണ്ട്, 2v സ്പീഡിൽ എറിഞ്ഞിട്ടുണ്ട്. അയാളിതാ ഇവിടെ വന്ന് വീണു. ഇവർ രണ്ടുപേരും താഴേക്ക് എത്താനുള്ള ടൈം സെയിം ആണ്. കാരണം ടൈം ഈസ് ഈക്വൽ ടു √2h/g, ഡിപ്പെൻഡ്സ് ഓൺ വെർട്ടിക്കൽ ഹൈറ്റ് ഓൺലി. പക്ഷേ എന്ത് ഡിഫറൻ്റ് ആണ്? റേഞ്ച് ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ബോഡിയുടെ റേഞ്ച് R1 എന്നും സെക്കൻഡ് ബോഡിയുടെ റേഞ്ച് R2 എന്നും നമുക്കെടുക്കാം. അപ്പോൾ റേഞ്ച് R ഈസ് ഈക്വൽ ടു u ഇൻറ്റു √2h/g. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്തു ഇതിൽ √2h/g രണ്ടുപേർക്കും സെയിം ആയതുകൊണ്ട് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു u. സോ R1/R2 ഈസ് ഈക്വൽ ടു u1/u2. സോ R1/R2 ഈസ് ഈക്വൽ ടു u1/u2. പറയൂ നിങ്ങൾ, വെലോസിറ്റി v/2v ആയിരുന്നല്ലോ. അപ്പോൾ v/2v. യുവർ ആൻസർ ഈസ് 1:2. ദാറ്റ് ഈസ് നിങ്ങൾ ഡബിൾ സ്പീഡിൽ എറിയുമ്പോൾ റേഞ്ചും ഡബിൾ ആവും, പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് റിമെയിൻസ് സെയിം. യെസ്, ഒരു പ്രോബ്ലം, ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് എൻട്രൻസ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യണേ. നോക്കൂ, ഒരു സ്റ്റെപ്പാണ്, സ്റ്റെയർ. Each step is h meter high and b meter wide. Okay? h meter high, b meter wide. ഒരു ബോഡി ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഇവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u, ഹൊറിസോണ്ടൽ വെലോസിറ്റി u. ഇനീഷ്യലി അവന് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ വെലോസിറ്റിയിൽ വന്നാൽ ആ ബോഡി എവിടെയോ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഇടോണോ എവിടെയാണ് ഹിറ്റ് ചെയ്ത് നമുക്കറിയില്ല, എവിടെയോ ഹിറ്റ് ചെയ്തു. ഇതാ ഇവിടെ ഹിറ്റ് ചെയ്തു വിചാരിച്ചോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ബോൾ വിൽ ഹിറ്റ് ദ nth സ്റ്റെപ്പ്. വിച്ച് സ്റ്റെപ്പ്? nth സ്റ്റെപ്പ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. Given that a stair, each step is h meter high and b meter wide. The ball with some initial velocity u strike the nth step, find the value of n. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ പറഞ്ഞാട്ടെ, ക്യുക്ക്. നമുക്ക് നോക്കാം. ഇതാ ഈ ബോൾ ഇവിടെ വന്ന് വീഴുമ്പോൾ നമുക്കറിയാം ഇതല്ലേ റേഞ്ച്, ഇതല്ലേ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു u ഇൻറ്റു √2h/g ആണോ? തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. റേഞ്ച് R ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ആറിന് പകരം നമുക്ക് എന്താ എഴുതാം? നോക്കൂ, ബി 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 അങ്ങനെ n സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടലി ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? കമോൺ പറയൂ. ഇറ്റ് ഈസ് എൻ ബി. റേഞ്ച് റീപ്ലേസ്ഡ് ബൈ എൻ ബി. കാരണം ഓരോ സ്റ്റെപ്പും ബി 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 ഹൊറിസോണ്ടൽ. നോക്കൂ, ദ ബി ബി ബി. അങ്ങനെയാണെങ്കിൽ ആകെയുള്ള R എന്ന് പറയുമ്പോൾ എത്ര വരും? എൻ ബി എന്ന് വരും. ഈക്വൽ ടു u ഇൻറ്റു √2 ഇൻറ്റു h എത്ര വരും? നിങ്ങൾ പറ. h, ക്യാപിറ്റൽ H ഈസ് ദ ടോട്ടൽ ഹൈറ്റ്. ഇവിടെയാണ് ഹിറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ നോക്കൂ, എച്ച് 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 അങ്ങനെ പോയാൽ ആകെ എത്ര എണ്ണം ഉണ്ട്? NH. Okay, capital H can be replaced by n into small h, where small h is the height of each step by g. Okay, ഒന്ന് സ്ക്വയർ ചെയ്യാം നമുക്ക്. അപ്പോൾ n സ്ക്വയർ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ ഇൻറ്റു 2nh ഡിവൈഡഡ് ബൈ g. ഇതാ ഒരു എന്നും എന്നും ക്യാൻസൽ ആയി പോയി, ലെഫ്റ്റും റൈറ്റും. എന്താണ് നിങ്ങളുടെ ആൻസർ?
n is equal to, come on, n equal to 2u squared h divided by gb square. ഉണ്ടോ ആൻസർ? പണ്ട് IIT ഒക്കെ ചോദിച്ചിട്ടുണ്ട്. IEEE എന്ന് പറഞ്ഞ എക്സാമിനേഷനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? കേട്ടോ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദിസ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് റേഞ്ച് r ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. അത്രയേ ഉള്ളൂ. ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നോക്കൂ. tall, spelling mistake. Two tall buildings are 40 meter apart. The speed with which a ball should be thrown horizontally from a window 145 meter above the ground in one building so that it will enter a window 22.5 meter above the ground in the other building. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. രണ്ട് ബിൽഡിങ്ങുകളുണ്ട്. ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ 40 മീറ്റർ എപ്പാർട്ടാണ്. ഒരാളുടെ ഹൈറ്റ് 145 മീറ്റർ അല്ലേ, ഫ്രം എ വിൻഡോ 145 മീറ്റർ എബവ് ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ടവർ ഉണ്ട്. അയാളുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 145 മീറ്റർ. എന്താ തന്നിരിക്കുന്നു? 145 മീറ്റർ. വേറൊരു ടവർ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ആ ടവറുമായിട്ടുള്ള സെപ്പറേഷൻ എത്രയാണ്? കമോൺ, 40 മീറ്റർ. പ്രവൃത്തിയിൽ തന്നിരിക്കുന്നു 40 മീറ്റർ. ഓക്കെ, ഇനി ബോൾ നമ്മൾ എറിയുന്നു. എത്ര സ്പീഡിലാണ് എറിഞ്ഞത്? എത്ര സ്പീഡിലാണെന്നാണ് ക്വസ്റ്റ്യൻ. എറിഞ്ഞു അല്ലേ? അത് എറിഞ്ഞു. ആ സ്പീഡ് കണ്ടുപിടിക്കണം. Speed with which a ball should be thrown horizontally from the window 145 meter above the ground in one building. This is building number 1. So that it will enter a window 22.5 meter high above the ground. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടവർ. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാം, 22.5 മീറ്ററേ ഉള്ളൂ. ഈ വിൻഡോ ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ, ഈ വിൻഡോ കേട്ടോ. പിന്നെ ബിൽഡിംഗ് അങ്ങ് മുകളിലോട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് ബാക്കി മുകളിലോട്ടുണ്ട്. പക്ഷേ ഈ ബോൾ വന്ന് കയറിയത് ഇതിനകത്താണ്. അപ്പോൾ എറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നോക്കൂ, അതിൻ്റെ പാത്ത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ പാത്ത് അല്ലേ? കാരണം ഫസ്റ്റ് ബിൽഡിങ്ങിൽ നിന്നും നമ്മൾ എറിഞ്ഞ ബോൾ സെക്കൻഡ് ബിൽഡിങ്ങിൻ്റെ വിൻഡോയിലൂടെ 22.5 മീറ്റർ ഹൈറ്റുള്ള വിൻഡോയിലൂടെ പുറത്തോട്ട് വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ എറിഞ്ഞ സ്പീഡ് യു എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ. നോക്കി, ഇങ്ങനെ എറിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ബോർഡർ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ട്രൈറ്റ് ലൈനാണ് ബോർഡർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണല്ലോ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് റേഞ്ച്. ഇതാണല്ലോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച്. അപ്പോൾ ബോൾ ഈ വിൻഡോയിലൂടെ കയറുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദിസ് മച്ച്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദിസ് വൺ ഈസ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫിഗർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, 2 ടോൾ ബിൽഡിംഗ്, 145 മീറ്റർ ഹൈയുള്ള 2 ബിൽഡിങ്. ഇവിടെ നിന്നൊരു ബോഡിയെ നമ്മൾ എടുത്ത് എറിയുന്നു. രണ്ടാമത്തെ ബിൽഡിങ്ങിൻ്റെ വിൻഡോ 22.5 മീറ്റർ ഹൈ ഉള്ള വിൻഡോ, ആ വിൻഡോയിലൂടെയാണ് നമ്മുടെ ബോൾ പുറത്തോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ എറിഞ്ഞ സ്പീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാ, ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ കേട്ടോ. R ഈക്വൾ ടു, നമ്മൾ പഠിച്ച ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറയൂ. റേഞ്ച് R ഈക്വൾ ടു U ഇൻറ്റു √2h/g അല്ലേ വരുന്നത്? കറക്റ്റ് അല്ലേ? റേഞ്ച് എത്രയാണ് നോക്കൂ. ഈ ബോഡി ഇവിടെ വന്ന് വീഴുമ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതല്ലേ റേഞ്ച്? ഇറ്റ് ഈസ് 40 മീറ്റർ. സോ 40 ഈക്വൽ ടു യു നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കാണേണ്ടത്. ബൈ √2 ഇൻറ്റു എച്ച് എത്രയാണ്? എച്ച് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 145 മീറ്ററിലല്ലോ, ഇതാ ഇത്രയല്ലേ ഉള്ളൂ. ആ ഹൈറ്റ് പ്രോബ്ലം നമുക്ക് കിട്ടും 145 മൈനസ് 22.5. സോ 122.5 by g. G is 10. Okay. So 40 equal to u into root of, നോക്കൂ, 2 into 122.5 എന്ന് പറയുമ്പോൾ 250 അല്ലേ? 250 by 10 എന്ന് പറയുമ്പോൾ 25. ഓക്കെ, so 40 is equal to u into 5. So u equal to 40 by 5. It is equal to 8 meter per second.
ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. സോ യുവർ ആൻസർ 8 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ എ. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം എ ഷിപ്പ് മൂവിംഗ് അറ്റ് എ സ്പീഡ് v1, a projectile was fired vertically up with a velocity v2. Then the range of the projectile as measured by person on the shore is. അപ്പോൾ ഷിപ്പ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒന്ന് ഗസ് ചെയ്യൂ നിങ്ങൾ. ഷിപ്പ് എങ്ങനെ മൂവ് ചെയ്യും? വെർട്ടിക്കലി ഷിപ്പ് മൂവ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലിയാണ്. അപ്പോൾ ഇതാണ് ഷിപ്പ് എന്ന് വിചാരിച്ചോളൂ. ഷിപ്പിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷിപ്പ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് v1. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദ ഷിപ്പ് ഈസ് v1. ഓക്കെ. എ പ്രൊജക്ടൈൽ വാസ് ഫയർഡ് വെർട്ടിക്കലി. അപ്പോൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിപ്പിൽ നിന്നും വെർട്ടിക്കലി ഒരു ബോഡി എറിയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ബോഡി ആ പോയിന്റിൽ തന്നെ മുകളിലോട്ട് പോയി അവിടേക്ക് തന്നെ തിരിച്ചു വരികയാണോ ചെയ്യുക? വരണമെങ്കിൽ ഷിപ്പ് റെസ്റ്റിലായിരിക്കണം. ഇവിടെ ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? v1 സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് നമ്മൾ കൊടുത്തത് വെർട്ടിക്കൽ വെലോസിറ്റി ആണെങ്കിലും അവന് ഷിപ്പിൻ്റെ അതേ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടായിരിക്കണ്ടേ? ഗോട്ട് ദ പോയിന്റ്? നോക്കാം. ഇതാ, നമ്മൾ ഒരു ബോഡിയെ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തു. എങ്ങോട്ട്? വെർട്ടിക്കലി അപ്വേർഡ്. ആ വെലോസിറ്റി എത്ര? വെർട്ടിക്കൽ വെലോസിറ്റി v പെർപെൻഡിക്കുലർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v2. വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് v2. ആ വെലോസിറ്റിയിലാണ് നമ്മൾ അയാളെ എറിഞ്ഞത്. പക്ഷേ ഈ ഷിപ്പിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? v1 ആണല്ലോ. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതേ വെലോസിറ്റി ആർക്കുണ്ട്? ബോഡിക്കുണ്ട്. ഇറ്റ് ഈസ് v1. അപ്പം നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉള്ളതാണത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ ഇൻസ്റ്റൻറ്റിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഷിപ്പ്. വെർട്ടിക്കൽ വെലോസിറ്റി പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ്, അതാണ് v2. അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഇതാ ഇങ്ങനെ വന്ന് വീഴും. ഇതാണ് സിറ്റുവേഷൻ. ഒരു കാര്യം പറയട്ടെ, ഇയാളുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? എറിഞ്ഞ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? v1. ഷിപ്പിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? അതും v1. അപ്പം t ടൈം കൊണ്ട് എന്ത് സംഭവിക്കും അറിയോ നിങ്ങൾക്ക്? ഷിപ്പ് എത്ര ദൂരമാണോ ട്രാവൽ ചെയ്യുന്നത് അതേ ദൂരം തന്നെയായിരിക്കും ഹൊറിസോണ്ടലി നമ്മുടെ ബോഡിയും ട്രാവൽ ചെയ്യുക. ഓക്കെ. പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഷിപ്പ് ഇതാ t ടൈം കൊണ്ട് ഇത്രയും ദൂരം പോയി. ആ ദൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോ ഡൗട്ട് ഇറ്റ് ഈസ് v1 ഇൻറ്റു ടി അല്ലേ? v1 ഇൻറ്റു ടി ഈ ദൂരം. കാരണം ഇയാളുടെ വെലോസിറ്റി v1, ഇയാൾ t ടൈം കൊണ്ട് ഇവിടെ എത്തുന്നു, അതേ സമയം കൊണ്ട് ഇതാ പ്രൊജക്ടൈൽ ഇവിടെ എത്തുന്നു. അപ്പോൾ ഷിപ്പിനകത്തിരിക്കുന്ന ഒരാൾക്ക് എന്ത് ഫീൽ ചെയ്യോ? വെർട്ടിക്കലി എറിഞ്ഞ ബോഡി ഷിപ്പ് കുറേ ദൂരം പോയി ഇതാ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ബോഡി അതിൽ തന്നെ വന്ന് വീഴും. കാരണം t ടൈം കൊണ്ട് ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ t ടൈം കൊണ്ട് ബോഡി അതായത് പ്രൊജക്ടൈൽ കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. ഇതെല്ലാം വാച്ച് ചെയ്യുന്നത് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, ഷോറിൽ നിൽക്കുന്ന ഒരാളാണ് അത് വാച്ച് ചെയ്യുന്നത്. അയാൾക്കത് പരാബോളിക്കായിട്ട് തോന്നും കേട്ടോ. ആർക്ക്? ഫോർ എൻ ഒബ്സർവർ ഔട്ട്സൈഡ് ദ ഷിപ്പ്, ദാറ്റ് ഈസ് ഓൺ ദ ഷോർ. ഓക്കെ. ഇനി ഞാൻ വരാം, നമുക്ക് എന്താ കാണേണ്ടത്? റേഞ്ച് കാണണം അല്ലേ? ഇപ്പോൾ റേഞ്ച് R ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചുള്ളത്? ux ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു AX ഇൻറ്റു ടി സ്ക്വയർ ആണല്ലോ. അപ്പോൾ R ഈസ് ഈക്വൽ, വാട്ട് ഈസ് ux ഹിയർ? ux എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ x ആയും ഈ ഡയറക്ഷൻ y ആയും എടുത്താൽ നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ആരാ? ദിസ് v1 തന്നെയല്ലേ? സോ v1 ഇൻറ്റു, ഇനി നമുക്കറിയാം ടി എന്ന് പറയുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ അല്ല, ഇതൊരു ഒബ്ലിക് പ്രൊജക്ടൈലാണ്. ഒബ്ലിക് പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്ന് പറയൂ. ഇറ്റ് ഈസ് 2u പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ g പ്ലസ് ലാസ്റ്റ് ടേം 0. എന്തുകൊണ്ടാണ് ലാസ്റ്റ് ടേം 0? നിങ്ങൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആർക്ക് ആക്സലറേഷൻ ഇല്ല? ബോഡിക്ക് ആക്സലറേഷൻ ഇല്ല. കാരണം ആക്സലറേഷൻ ഏത് ഡയറക്ഷനിലാണ്? വെർട്ടിക്കൽ ആക്സലറേഷനാണ്. അതുകൊണ്ടാണ് ഈ ടേം നമ്മൾ 0 ആക്കിയത്. ഇവിടെ എന്തുകൊണ്ടാണ് യു എന്ന് എടുക്കാതെ യു പെർപെൻഡിക്കുലർ മാത്രം എഴുതിയത്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്,
ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നമുക്ക് വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ ആർ ഈക്വൽ ടു നോക്കൂ v1 ഇൻറ്റു 2 ഇൻറ്റു നമ്മൾ എറിഞ്ഞ ടോട്ടൽ സ്പീഡാണ് v എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ u എന്ന് വിചാരിച്ചോളൂ. ആ u എന്ന് പറഞ്ഞ സ്പീഡിൽ v1 ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ഷിപ്പ്. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നോക്കൂ v2 നമ്മൾ കൊടുത്തതാ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ v2 എന്തായിരിക്കും, സോറി u പെർപെൻഡിക്കുലർ എന്തായിരിക്കും, ഇറ്റ് ഈസ് v2 ഡിവൈഡർ ബൈ g. നമ്മുടെ ആൻസറായി ഇതാ കിടക്കുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഷിപ്പിൽ നിന്നും ഷിപ്പ് v1 സ്പീഡിൽ പോകുന്നു. ആ സമയത്ത് അതിൽ നിന്നൊരു ബോഡിയെ വെർട്ടിക്കലി മുകളിലോട്ട് എറിയുന്നു. അങ്ങനെയാണെങ്കിൽ t ടൈം കൊണ്ട് ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് v1 ഇൻറ്റു t. ഇതേ സമയം കൊണ്ട് ആ പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും എന്ത് തന്നെയായിരിക്കും, v1 ഇൻറ്റു t ആണ്. രണ്ടുപേരുടെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആണ്. ഇത് ഫയർ ചെയ്തതിന് ശേഷം ആ ബോഡി പ്രൊജക്ടൈലിനെ ഫയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഷിപ്പ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താൽ സംഭവിക്കില്ല കേട്ടോ. ആ എറിയുന്ന സമയത്ത് ഷിപ്പിൻ്റെ വെലോസിറ്റി എന്തായിരുന്നോ അതേ വെലോസിറ്റിയിൽ ഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ബോഡി വീണ്ടും എവിടെ വന്ന് വീഴും, ഷിപ്പിൽ തന്നെ വന്ന് വീഴും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫോർ ആൻ ഒബ്സർവർ ഓൺ ദ പേഴ്സൺ ഓൺ ദ ഷോർ ഫീൽസ് ദാറ്റ് ബോഡി ഫോളോസ് പാരാബോളിക് പാത്ത്, റൈറ്റ്? പക്ഷെ അതേ സമയത്ത് ഷിപ്പിനകത്തിരിക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? രണ്ടുപേരുടെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം അല്ലേ? ഷിപ്പ് ഓൾറെഡി ഒരു വെലോസിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫയർ ചെയ്ത ബോർഡർ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഷിപ്പിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ സെയിം ആണ്. അപ്പോൾ രണ്ടുപേർക്കും ഹൊറിസോണ്ടലിയുള്ള വെലോസിറ്റി സെയിം ആയത് കാരണം റിലേറ്റീവ് ഹൊറിസോണ്ടൽ വെലോസിറ്റി 0 അല്ലേ? അതുകൊണ്ട് എന്ത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ, വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഷിപ്പിനകത്തിരിക്കുന്ന ഒരാൾക്ക് തോന്നും ബോഡി മുകളിലേക്ക് പോയി തിരിച്ചു വന്നെന്ന്, വെർട്ടിക്കലി അപ്വേഡ്. പക്ഷേ ഓർമ്മിക്കുക, ഒരിക്കലും ഫോർ ആൻ ഒബ്സർവർ ഔട്ട്സൈഡ് ദാറ്റ് ഈസ് ഓൺ ദ ഷോർ ഫീൽസ് ഇറ്റ് ഈസ് വെർട്ടിക്കലി സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ റോങ് ആണ്. അയാൾക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും, പരാബോളിക്കായിട്ടും ഫീൽ ചെയ്യും. ക്ലിയർ അല്ലേ? അനദർ ക്വസ്റ്റ്യൻ, എ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫോർ എൻട്രൻസ്. നോക്കൂ, an aeroplane is moving horizontally with a speed 360 km/h, drops a bomb while flying at a height 490 meter. Position of the point on the ground where the bomb strikes is. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. എന്താ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇതാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നും 490 മീറ്റർ ഹൈറ്റിൽ ആര് പറക്കുന്നു? ഒരു എയ്റോപ്ലെയിൻ പോകുന്നു. എയ്റോപ്ലെയിൻ അല്ലേ? ഇപ്പം നമുക്ക് എയ്റോപ്ലെയിനെ ഒന്ന് വരയ്ക്കാം. എയ്റോപ്ലെയിൻ ഇതാണ് എയ്റോപ്ലെയിൻ എന്ന് വിചാരിച്ചോളൂ. എയ്റോപ്ലെയിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? വെലോസിറ്റി ഓഫ് എയ്റോപ്ലെയിൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 360 km/h. ഓക്കെ, അങ്ങനെ പോകുന്ന എയ്റോപ്ലെയിനിൽ നിന്നും ഒരു ബോഡി ഡ്രോപ്പ് ചെയ്തു. ആ ബോഡി ഡ്രോപ്പ് ചെയ്താൽ ആ ബോഡി വരുന്ന പാത്ത് എങ്ങനെയായിരിക്കും? ദാ ഡ്രോപ്പ് ചെയ്തു. ഈ ഹൈറ്റിലാണ് ബോഡി ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ബോംബ് ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്താൽ ബോഡി നേരെ താഴേക്കാണോ വരിക? ഡ്രോപ്പ് ചെയ്താൽ ബോഡി നേരെ താഴേക്ക് വരും. എങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് വരും. എങ്ങനെയാണെങ്കിൽ എയ്റോപ്ലെയിൻ റസ്റ്റിലാണെങ്കിൽ, നിർത്തിയിട്ടിരിക്കുന്ന എയ്റോപ്ലെയിനിൽ നിന്ന് ഒരു ബോഡി താഴേക്കിട്ട ബോഡി നേരെ താഴേക്ക് വരും. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഹൊറിസോണ്ടലി ഫ്ലൈ ചെയ്യുന്ന ഒരു എയ്റോപ്ലെയിനിൽ നിന്നാണ് നമ്മളൊരു ബോഡിയെ ഡ്രോപ്പ് ചെയ്തത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് വരാൻ കഴിയില്ല. പിന്നെ എങ്ങനെ വരും? ദാ അയാൾ പോകുന്ന പാത്ത് ദാ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വരും. അതായത് ഹിറ്റ് ചെയ്ത പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനും അത് തന്നെയാണ്, ഏത് പോയിന്റിൽ ഹിറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ എയ്റോപ്ലെയിനിൽ നിന്നും ഒരു ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിയുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് എയ്റോപ്ലെയിൻ ആയിരിക്കും. ഡ്രോപ്പ് ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ ഓൾറെഡി എയ്റോപ്ലെയിന് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയിൽ തന്നെ അവൻ പുറത്തോട്ട് ചാടും ഡ്യൂ ടു ഇനേർഷ്യ. പക്ഷെ എന്ത് സംഭവിക്കും? അങ്ങനെ വരാൻ പോകുന്ന ആളെ ഗ്രാവിറ്റി എവിടേക്ക് പിടിച്ച് വലിക്കും? താഴേക്ക് പിടിച്ച് വലിക്കും. അങ്ങനെ ബോഡി എവിടേക്ക് പോരും? താഴേക്ക് പോരും. എയ്റോപ്ലെയിനിൽ നിന്നും ഒരു ബോഡി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പ്രൊജക്ടൈൽ.
എന്നാൽ എയ്റോപ്ലെയിൻ പ്രൊജക്ടൈലാണോ? ഒരിക്കലും അല്ല. എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പൈലറ്റ് ഉണ്ട്, പിന്നെ എഞ്ചിൻ ഉണ്ട്, ഫ്യൂവൽ ഉണ്ട്. അവരാ എയ്റോപ്ലെയിൻ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത്. അത് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എയ്റോപ്ലെയിൻ ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ പ്രൊജക്ടൈൽ. എയ്റോപ്ലെയിന് പ്രൊജക്ടൈലായി മാറാൻ കഴിയുമോ? പറ്റും. എന്ത് ചെയ്യണം അറിയോ? നമ്മുടെ പൈലറ്റ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, എന്നിട്ട് എഞ്ചിൻ ഓഫായി. എഞ്ചിൻ ഓഫ് ആവുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു? ഒരു ഹൊറിസോണ്ടൽ സ്പീഡ് ഉണ്ടായിരുന്നു. ദെൻ ഫർദറായിട്ട് ഒന്നും ചെയ്യാത്ത കാരണം നേരെ എയ്റോപ്ലെയിൻ താഴേക്ക് പോകുന്നു. നേരെ എയ്റോപ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള വെലോസിറ്റി ഉണ്ടെങ്കിൽ ആ വെലോസിറ്റി ഉപയോഗിച്ച് അയാൾ മുന്നോട്ട് പോരാൻ നോക്കുമ്പോൾ ഗ്രാവിറ്റി പിടിച്ച് വലിക്കുകയും താഴെ വന്ന് വീഴുകയും ചെയ്യും. ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാനുള്ള കാരണം സം അഡീഷണൽ ഫോഴ്സ് ഉണ്ട് അവിടെ. അതിന് വിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ പോകുന്നതേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ, ബോഡി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ആരായിട്ട് ബിഹേവ് ചെയ്യും? പ്രൊജക്ടൈലിനെ പോലെ ബിഹേവ് ചെയ്യും. ഹൊറിസോണ്ടൽ വെലോസിറ്റി v ആണ്, പക്ഷേ ഗ്രാവിറ്റി അവനെ താഴേക്ക് പിടിച്ച് വലിക്കുകയും അവനെ താഴെ കൊണ്ടുവന്ന് വീഴ്ത്തുകയും ചെയ്യും. നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ട ഗ്രൗണ്ടിൽ എവിടെ വന്ന് ഹിറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ആ ദൂരം നമുക്ക് റേഞ്ച് r എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, റേഞ്ച് r കാണാനുള്ള ഇക്വേഷൻ ഫോർ പ്രൊജക്ടൈൽ റേഞ്ച് r ഈസ് ഈക്വൽ ടു u ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് പ്ലസ് നെക്സ്റ്റ് ടൈം 0. കാരണം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ആർക്ക്? പ്രൊജക്ടൈലിൻ്റെ മുകളിലുള്ള ഒരേ ഒരു ഫോഴ്സ്, അതായത് ബോംബിൻ്റെ മുകളിലുള്ള ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ r ഈക്വൽ ടു u എത്രയാ? u 360 km/h. സോ 360 ഇൻറ്റു 5/18. എന്തിനാ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാൻ. വീണ്ടും ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് 360? അത് എയ്റോപ്ലെയിൻ്റെ വെലോസിറ്റി അല്ലേ? ഓർമ്മിച്ച് വെച്ചോളൂ, എയ്റോപ്ലെയിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഈ ബോംബിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും സെയിം ആയിരിക്കും. താഴെ എത്തുന്നത് വരെ ഈ ഹൊറിസോണ്ടൽ സ്പീഡ് ഇത് v ആണെങ്കിൽ അത് v തന്നെയായിരിക്കും. അത് താഴെ എത്തുന്നത് വരെ v തന്നെയായിരിക്കും. ഓക്കെ, മാറില്ല. ഓക്കെ, ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? √2h. h എന്ന് പറയുമ്പോൾ 490 അല്ലേ? വെർട്ടിക്കൽ ഹൈറ്റ് 490. √2h/g നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ബൈ ജി. ജിയുടെ വാല്യൂ 9.8 തന്നെ എടുത്തോളാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതാകണ്ടോ, ജിയുടെ വാല്യൂ 9.8. അപ്പോൾ r ഈക്വൽ ടു, ഇത് കട്ടായി അല്ലേ, 20 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 490 980. 980/9.8 100. √100 10. അപ്പോൾ 5 ഇൻറ്റു 10 50. 50 ഇൻറ്റു 20 1000. സോ r ഈക്വൽ ടു 1000 മീറ്റർ. അതായത് ഈ ബോംബ് ഈ പോയിന്റിൽ നിന്നും 1000 മീറ്റർ അകലെ പോയാൽ വീഴുക. കാരണം ഹൊറിസോണ്ടലി ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിൽ നിന്നുമാണ് നമ്മൾ ബോംബ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം പറയട്ടെ. ഈ എയ്റോപ്ലെയിൻ ഈ ബോംബ് റിലീസ് ചെയ്തതിന് ശേഷം അതേ സ്പീഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. 360 km/h പോകുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പം ഈ ടൈം കൊണ്ട് നമ്മുടെ എയ്റോപ്ലെയിൻ ദാ ഇത്രയും ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും. അതേ സമയം കൊണ്ട് നമ്മുടെ ബോംബ് ഹൊറിസോണ്ടലി കവർ ചെയ്യുന്ന ദൂരവും അത് തന്നെയായിരിക്കും. അപ്പോൾ എയ്റോപ്ലെയിനകത്തിരുന്ന ഒരാൾ താഴേക്ക് നോക്കിയാൽ നമ്മുടെ ബോഡി വെർട്ടിക്കലി ഡൗൺവേർഡ് പോകുന്നത് പോലെ തോന്നും. പക്ഷേ ഇതേ കാര്യം നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് പരാബോളിക്കായിട്ടാണ് ഫീൽ ചെയ്യുക. മനസ്സിലായോ? അതിന് കാരണം ഈ പ്രോബ്ലത്തിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ രണ്ടുപേരുടെയും വെലോസിറ്റി സെയിം ആണ്. അതായത് റിലേറ്റീവ് ഹൊറിസോണ്ടൽ വെലോസിറ്റി 0 ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ക്ലിയർ ആയാലോ ക്വസ്റ്റ്യൻസ്? ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് കോമ്പൻഡിയം ഡിസ്കഷൻ്റെ സമയത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത സെക്ഷനിലോട്ട് പോവാണ്, സർക്കുലർ മോഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ മാക്സിമം നമ്പർ പ്രോബ്ലംസ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതെല്ലാം നമ്മൾ കോമ്പൻഡിയം ഡിസ്കഷനിൽ ക്ലിയർ ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് അടുത്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഗ്രിപ്പ് ആയതിനു ശേഷം ചെയ്യാം. ഒരുപാട് മാത്തമാറ്റിക്സ് ഉള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഡോണ്ട് വറി, നമ്മൾ കോമ്പൻഡിയം ഡിസ്കഷനിൽ അത് ക്ലിയർ ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.